സൂപ്പർ പടമാണ്. എനിക്കും ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഈ പടത്തിൽ ഒരു ചെറിയ ഭാഗമാവാൻ. വളരെ നല്ല പടമാണ്. ത്രില്ലടിപ്പിച്ച് നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നെട്ടിച്ചു. നല്ല ഉഗ്രം പെർഫോമൻസ് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ്. പക്ഷെ അത് ത്രില്ലർ മൂമെന്റ്സും എല്ലാം ഉണ്ട്. അത് ആദ്യം മുതൽ എൻ്റെ വരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ സോറി എല്ലാതരം ഓഡിയൻസിനും കാണാം. പക്ഷേ കൂടുതലും ആ ത്രില്ലിംഗ് ജോണറാണ് കൂടുതലും അധികമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സായിട്ട് എല്ലാവർക്കും വന്ന് കാണാം. അങ്ങനെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുന്ന ഒരു കഥയും കൂടിയാണ്. എനിക്ക് പാകം ചെയ്യാൻ പറ്റിയതിന് മേക്കിംഗ് വളരെ നല്ലതായിരുന്നു കേട്ടോ. മേക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. എല്ലാ സീനും അതിൻ്റെ മേക്കിംഗ് പ്രത്യേക രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അപ്പോൾ ഓവറോൾ വളരെ നല്ല മൂവിയാണ്. പിന്നെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും ചെന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓഡിയൻസിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഓഡിയൻസിൻ്റെ നല്ലതായിരുന്നു. ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുന്നതാണല്ലോ ഒരു നമ്മൾ കാണുന്ന അവരുടെ കണ്ണിൽ കൂടിയാണല്ലോ. ഭയങ്കര രസമുണ്ടായിരുന്നു. പടം നൈസായിരുന്നു. നമ്മൾ കാട്ടിൽ നിൽക്കുന്ന ഒരു ഫീല്. ലൈക്ക് ആ ഒരു ഭയങ്കര സിനിമാറ്റോഗ്രാഫി ആയാലും കളറിംഗ് ആയാലും മ്യൂസിക് ആയാലും അടിപൊളിയായിരുന്നു. സെറ്റ് പടം കിട്ടും. സൈൻ ടോം കതിർ അടിപൊളിയായിരുന്നു. ഹക്കീം അടിപൊളിയായിരുന്നു. സുധിച്ചേട്ടനും അടിപൊളിയായിരുന്നു. ഏത് ജോണറാണ്? ത്രില്ലറാണോ അതോ ഒരു ത്രില്ലർ? എല്ലാവർക്കും അടിപൊളി സിനിമാറ്റോഗ്രാഫിയാണ്. കളറിംഗ് അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കുന്ന പടം. ഡെഫിനറ്റ്ലി കാർഡിന്റെ ഫീൽ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്നു. അടിപൊളി വിഷ്വൽസ് കണ്ടു നോക്കും. പെർഫോമൻസ് ഷൈൻടോം വേറിട്ടൊരു ക്യാരക്ടറാണ്. ഇപ്പം വരെയും കാണുന്നതിനേക്കാൾ വേറൊരു തരം ക്യാരക്ടർ. തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കുന്ന പടം. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. കാടാണ്, കടലും കാടും തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. നല്ലത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ. മൃഗങ്ങളുടെ കുറച്ച് പോർഷനൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ശരിക്കും കാട്ടിൽ തണുപ്പ് കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. സിനിമകളിലൊക്കെ ഒരു രക്ഷയില്ല. സൗണ്ട് എല്ലാവരും സൗന്ദര്യത്തിൻ്റെയും കാടാണ്. തിയേറ്ററിൽ വന്നിരുന്ന തന്നെ കാണണം. തിയേറ്ററിൽ തന്നെ കാണും. സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ രക്ഷ നമ്മൾ പിടിച്ചോടെ ഇരുത്തും. കുറച്ച് നേരം സൈലൻ്റായി പോകും. ഞാനിതിനകത്ത് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. സീനൊക്കെ കൊള്ളായിരുന്നു. വളരെ നല്ലതുണ്ട്. പിന്നെ നല്ല പടം. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. മീശ എന്നുള്ളത് മീശയാണ് ഇപ്പോൾ. മീശ അതിനകത്തുള്ള പുള്ളിക്കാരൻ്റെ മീശ തന്നെയാണ് അതിനകത്ത്. ക്യാരക്ടർ കൊള്ളാം. നന്നായിട്ടുണ്ട്. ഷൈൻടോമിൻ്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു പടമാണ്. കുടുംബമായിട്ടൊന്നും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഒട്ടും ലാഗിങ് ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു മടുപ്പില്ലാതെ കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. ഓക്കെ. ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂല്യങ്ങളെ എടുത്ത് കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചിത്രം. നല്ല ത്രില്ലിംഗ് ഒക്കെ നിറഞ്ഞിട്ടുള്ള എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ. തീർച്ചയായിട്ടും MC ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം വികൃതിയുടെ ഡയറക്ടറാണ്. വികൃതി നമ്മളെ വിസ്മയിപ്പിച്ച ഒരു ചിത്രം തന്നെയാണ്. ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം. നല്ല തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കുന്ന പടമാണോ? എന്തോ തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട പടമെന്ന് പറയും. അതെ. മറ്റേ അനിമൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ തിയേറ്ററിൽ തന്നെ കാണുമ്പോൾ നല്ലത്. കാണാം. അടിപൊളി. രക്ഷയില്ല. പൊളി. ഫസ്റ്റ് വായിച്ചതോ? കൊള്ളാം. സൂപ്പർ. നല്ല പടം. നല്ല വ്യത്യസ്തമായ കഥ. സൂപ്പർ പടം. ഞാനിതിൽ നല്ലൊരു ക്യാരക്ടറും കൂടി ചെയ്തിട്ടുണ്ട്. ഒരു കാടിൻ്റെ എന്താ പറയുക, കാടിലകപ്പെട്ടൊരു ഫീലാണ്. നിഗൂഢതൊക്കെ നിറഞ്ഞ ഗംഭീര സിനിമയാണ്. ഇതെല്ലാവരും കാണണം. എല്ലാവരും പ്രേക്ഷകരും കാണണം. എല്ലാവരും സ്വീകരിക്കും. നല്ല മ്യൂസിക്കായാലും ക്യാരക്ടറായാലും ഡയറക്ടറായാലും മേക്കിംഗ് ആയാലും ഗംഭീര മൂവിയാണ്. അപ്പം നിങ്ങളും നന്നായി സഹായിക്കണം. നല്ല പ്രൊമോഷൻ നിങ്ങൾ കൊടുക്കും. താങ്ക് യു. പടം കുഴപ്പമില്ല. മീശ നല്ല അവിടെ ഓണത്തിൻ്റെ ഒരു മീശയാണ്. പടം നല്ല പടമാണ്. സൂപ്പർ. കുഴപ്പമൊന്നുമില്ല. മൊത്തം മീശ. എല്ലാ പെർഫോമൻസ് ഒക്കെ എല്ലാം കൊണ്ടും അടിപൊളി പടം. ഇപ്പുറത്തോട്ട് പോകാം. നല്ല പടം. സൂപ്പർ പടം.
അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പടമുണ്ടാകും. അപ്പോൾ OTT-ലൊന്നും വെയിറ്റ് ചെയ്യണ്ട, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഷൈൻ ടോം ആയിക്കോട്ടതിൽ അഭിനയിച്ചിട്ട് എല്ലാവരും ഗംഭീര പെർഫോമൻസും സൂപ്പർ പടമാണ്. അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമ. ത്രില്ലറും വെറൈറ്റി സിനിമയാണ്. നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. വിഷ്വൽസൊക്കെ അടിപൊളിയാണ്. നല്ല പണിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഒരു മാനസിക സംഘർഷത്തിൽ നിർത്തുന്ന ഒരു പടമാണ്. അത് തുടക്കം മുതൽ കാടിൻ്റെ ഭംഗി, കാടിൻ്റെ തീവ്രത, കാടിൻ്റെ ആ ഇതെല്ലാം ദുരൂഹത, ഇതെല്ലാം വച്ചുകൊണ്ട് കാട്ടി ഷൂട്ട് നമ്മൾ നല്ല നിലാവുള്ള രാത്രിയൊക്കെ പോലെ ഒരു പടങ്ങൾ, അതേപോലത്തെ ഇതേ കാറ്റഗറിയിൽ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 2 ടീം യാത്ര ചെയ്യുന്നു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അതാണ് ഇതിൻ്റെ ആ ദുരൂഹതയാണ് അവസാനം ഇതിൻ്റെ അറിയുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ അഭിനയിച്ചുള്ളവരെല്ലാം വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളെങ്കിലും അവരെല്ലാം അവരുടെ വേഷങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നായികയില്ല, നായികയ്ക്ക് പ്രാധാന്യമില്ലാത്തൊരു പടമാണ്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം മിക്കവാറും ഫ്രെയിമിലൊക്കെ വന്നിട്ടുണ്ട്. ഞാനും കൂടെ ഉള്ള പടമല്ലേ. ആ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണാനായിട്ട് നിങ്ങൾ വരരുത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? ഇതിലെ പെർഫോമൻസാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. എല്ലാവരുടെയും പെർഫോമൻസ്, ഷൈൻ ടോം ചാക്കോ, ഹക്കീം, ഖത്തർ മലയാളത്തിൽ ആദ്യം, ആൻഡ് നമ്മുടെ ത്രിപുടിയായിട്ട് അഭിനയിച്ച ആളും നമ്മുടെ രഞ്ജിത്തും ഒക്കെ, ഇത് പെർഫോമൻസാണ് ഫിലിം. എല്ലാവരുടെയും എന്നെക്കുറിച്ചും നമ്മുടെ പരിപാടിയെക്കുറിച്ചൊക്കെ ആൾക്കാർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു ഷോ കഴിഞ്ഞല്ലോ, ഇനി പ്രേക്ഷകരിലേക്ക് കൊടുത്തു. പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത്. വലിയ പ്രതീക്ഷയിലാണ്, വലിയ പ്രതീക്ഷ. ഷൈൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ, മുത്തല്ലേ. ഇത്രയും ധാരാളം ആൾക്കാർ മീഡിയ കൂടെ പറഞ്ഞ് നമുക്കറിയാലോ, ഏറ്റവും പെർഫെക്റ്റായിട്ട് ഡയലോഗ്സ് അടക്കം അവനുടെ ഡയലോഗ് മാത്രമല്ല, കൂടെ പെർഫോം ചെയ്യുന്നവരുടെ ഡയലോഗ്സ്, അപ്പോൾ ആക്ഷൻ കണ്ടിന്യൂറ്റി, ക്യാരക്ടർ ആർക്കൊക്കെ പറഞ്ഞു തന്ന് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് ഷൈൻ. നമ്മൾ കാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. സിനിമ ജനങ്ങളിലേക്ക് എത്തിയല്ലോ, കാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. എത്രയോ ദിവസം രാവും പകലില്ലാതെ കാട്ടിലായിരുന്നു ട്രാവലൊക്കെ. ആ സമയത്തൊക്കെ ഷൈൻ്റെ പ്രൊഫഷണലിസം ഞങ്ങളെല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ്. കാട് നാട് പോലെയല്ലോ എന്തായാലും. പോത്തട്ടൊക്കെ അടിച്ച് മഞ്ഞും മഴയുമുള്ള സമയമായിരുന്നു. റോഡ് ഓഫ് റോഡ് ഡ്രൈവിംഗ് ആയിരുന്നു. നിങ്ങളെ കണ്ട സ്ഥലങ്ങളൊക്കെ റിയൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് VFX ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ കൊക്കയിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് ധൈര്യമായിരുന്നത് ഇവരെ പോലുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിനപ്പുറത്തേക്ക് ഈ സിനിമ വേറൊരു തരം എക്സ്പീരിയൻസ് ആണ് സീരിയസ്.